നമസ്കാരം. ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഹമാസ് നേതാക്കൾ പതിവായി ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തുന്ന ആ ഒരു കെട്ടിട സമുച്ചയം, അവിടെ അവർ താമസിക്കുന്ന സ്ഥലമെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇസ്രായേൽ ആരോപിക്കുന്നത് 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ക്രൂരമായ തോതിലുള്ള കൂട്ടക്കൊലകളും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ നടത്തിയ ദിവസം ആ ദൗത്യം വിജയിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ വെച്ച്, അത് ഈ ആക്രമണം നടത്തിയ ഇതേ കെട്ടിടത്തിൽ വെച്ച് ഹമാസ് നേതാക്കൾ വിജയാഘോഷം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം US എംബസിയിൽ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുന്ന വേളയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇത്തരത്തിലൊരു സൂചന നൽകിയിരുന്നു. അദ്ദേഹം കൃത്യമായി ഏതാണെന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ദുരന്ത ആഘോഷമാക്കി മാറ്റിയ ഒരു സ്ഥലം ഞങ്ങൾ ലക്ഷ്യമിട്ടു, അത് തകർത്തു എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ട്. ഏതാണ്ട് 15ഓളം യുദ്ധവിമാനങ്ങളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വിമാനങ്ങളെല്ലാം തന്നെ ഖത്തറിലേക്ക് കടന്നു നിന്നാണ് ആക്രമിച്ചതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഖത്തറിൻ്റെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ചാണ് ഈ വിമാനങ്ങൾ അവിടെ കടന്നു വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഹമാസ് ഇപ്പോഴും പറയുന്നത് തങ്ങളുടെ പ്രമുഖരായ നേതാക്കൾ, അതായത് ഖലീൽ അൽ ഖയ്യ ഉൾപ്പെടെയുള്ള നേതാക്കളെ ആരെയും തന്നെ ഇവർക്ക് വധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതേസമയം തന്നെ ഹമാസ് ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്: ഖയ്യയുടെ മകൻ കൊല്ലപ്പെട്ടിട്ട് ഉണ്ട് എന്നുള്ള കാര്യം. കൂടാതെ ഏതാണ്ട് 6 പേരാണ് ഖത്തറിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ദൗത്യം പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും ഹമാസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയും പരസ്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഈ ആക്രമണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. സമ്മിറ്റ് ഓഫ് ഫയർ എന്നായിരുന്നു ഈ രഹസ്യ ദൗത്യത്തിന് ഇസ്രായേൽ നൽകിയിരുന്ന പേര്. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യ സംഘടനയായ ഷിൻബെയും അതുപോലെ ഇസ്രായേൽ സൈന്യവും എല്ലാം യോജിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തുന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ എല്ലാവരും തന്നെ ഈ രഹസ്യ ഓപ്പറേഷൻ നടക്കുന്ന ആ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നുവെന്ന്, അവർ കൃത്യമായി കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഖത്തറിന് നേരെ നടന്ന ഈ ആക്രമണത്തിൽ ഇപ്പോഴും പ്രതിഷേധവുമായി നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തുകയാണ്. അറബ് രാജ്യങ്ങൾ പലതും ഈ നിലപാട് ശരിയായിരുന്നില്ല, ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ ദിവസവും UAE പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഖത്തറിലേക്ക് എത്തുകയും അവിടുത്തെ സ്ഥിതികൾ വിലയിരുത്തുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ആക്രമണത്തെ അപലപിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാസങ്ങളായി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പെട്ടെന്നൊരു ആക്രമണം നടത്താനുള്ള പ്രകോപനം ഉണ്ടായതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ജെറുസലേമിൽ ഒരു ബസ് സ്റ്റോപ്പിലും ബസ്സിനും നേർക്ക് തീവ്രവാദികൾ നടത്തിയ ആക്രമണമായിരുന്നു. 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം ആദ്യം ആരും ഏറ്റെടുത്തിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് ഹമാസ് പറഞ്ഞത് തങ്ങൾ തന്നെയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ്. കൂടാതെ അടുത്ത ദിവസം തന്നെ ഗാസയിലെ ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പിന് സമീപം നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 4 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. വളരെ ചെറുപ്പക്കാരായ 4 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കാം ഇസ്രായേലിനെ പെട്ടെന്നൊരു ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോൾ ലോകവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇസ്രായേൽ നടത്തിയ ആക്രമണം ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ആക്രമണം നടത്തിയത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം ഇതൊരു പ്രിസിഷൻ അറ്റാക്ക് ആയിരുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം ആ ആക്രമണം നടന്ന വലിയ കെട്ടിടത്തിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ രൂപത്തിനൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു അപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് കേടുപാടുകൾ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ അതിന് സമീപത്തുണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പ്, ഇവിടെ ഒന്നും തന്നെ തീപിടുത്തമോ യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരൊറ്റ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ഇസ്രായേൽ നേരത്തെയും പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ അവരുടെ ആ ലക്ഷ്യം കണക്കാക്കിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ആക്രമണം നടത്തിയ ഹമാസ് നേതാക്കളെ കൊല്ലാൻ തന്നെയാണ് ഇസ്രായേൽ ശ്രമിച്ചിരുന്നത് എന്ന് മനസ്സിലാവും. ഈ കെട്ടിടത്തിനോ അതിന് സമീപത്തുള്ള കെട്ടിടങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു ദിശയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്.